ത്രിയേക ദൈവത്തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വീണ്ടും ഒരു പ്രാവശ്യം കൂടി ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു വലിയ അവസരത്തിനായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ദിവസം ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തുകൊണ്ട് വേദവചനം വിശുദ്ധ പത്രോസ് എഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 5-ാം അധ്യായം, അതിൻ്റെ 6-ാം വാക്യം. അത് ഇപ്രകാരം പറയുന്നു: ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ അടങ്ങിയിരിപ്പീൻ, നിങ്ങൾ താഴ്മയോട് നിൽപ്പീൻ, എന്നാൽ ദൈവം തക്ക സമയത്തിൽ നമ്മെ ഉയർത്തിക്കൊള്ളും. ദൈവത്തിൻ്റെ ശക്തമായ കരങ്ങളിൽ നാം അടങ്ങിയിരിക്കണം, താഴ്ന്നിരിക്കണം. അപ്പോൾ ദൈവം ഏറ്റ വഴിയിൽ നമ്മെ അനുഗ്രഹിക്കും. ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിന് അടങ്ങിയിരിക്കുന്നവരായിരിക്കണം. ദൈവം പറയുന്ന പ്രകാരം ചെയ്യുകയും ദൈവം കൽപ്പിക്കുന്ന പ്രകാരം ചെയ്യുകയും ദൈവത്തിന് തിരഹിതമില്ലാത്ത പ്രവൃത്തികൾ എടുത്ത് മാറ്റുകയും ദൈവം ഏതൊക്കെ സ്വഭാവം നമ്മിൽ കാണപ്പെടണം ആഗ്രഹിക്കുന്നു അപ്രകാരം ചെയ്ത് ദൈവത്തിൻ്റെ തിരഹിതം പ്രകാരം ജീവിക്കുമ്പോൾ ദൈവം തക്ക സമയത്തിൽ ഉയർത്തും. ദൈവത്തിന് താഴ്മയിൽ ഇരിക്കാതെ നാം പാപം ചെയ്ത് നാം തോന്നിയ വാസം പോലെ ജീവിക്കുകയും നമ്മുടെ മനസ്സ് പറയുന്ന പ്രകാരമായിട്ട് പാപകാര്യങ്ങൾ ചെയ്ത് ലോകമോഹത്തിനും മറ്റു കാര്യങ്ങൾ ചെയ്ത് കൊണ്ടിരുന്നാൽ ദൈവത്തിൽ നിന്ന് അനുഗ്രഹം വരത്തില്ല. ദൈവത്തിൽ നിന്ന് നാം അനുഗ്രഹം വരണമെങ്കിൽ നാം ദൈവത്തിന് താഴ്മയായിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കരങ്ങളിൽ, അവിശുദ്ധ കരങ്ങളിൽ നാം അടങ്ങിയിരിക്കുന്നവരായിരിക്കണം. പ്രിയമുള്ളവരെ, ഞാൻ പ്രാർത്ഥന മുഖാന്തരമായിട്ട് അനേക ഫാമിലീസിനെ ഞാൻ മീറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ അനേകർ എന്നോട് പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്നു, ഇത്രമാത്രം കാത്തിരിക്കുന്നു, എവിടേക്കോ പ്രാർത്ഥിക്കുന്നു, ഏതൊക്കെ ആൾക്കാരെ വെച്ച് ഞങ്ങൾ പ്രാർത്ഥിപ്പിക്കുന്നു, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു പ്രത്യേകത, ഒരു നന്മ ലഭിക്കുന്നില്ല, ഈ ഒരു അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ വരുന്നില്ല എന്ന് വേദനയോട് കൂടി പറഞ്ഞ് ഞങ്ങൾക്ക് വേണ്ടി ഈ കാര്യം നിറവേറുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് എന്നോട് ആവശ്യപ്പെടാറുണ്ട്. ഒരു പക്ഷേ നിങ്ങളും കൂടി അങ്ങനെ ഒരു ചിന്തിച്ചു കൊണ്ടിരിക്കാം, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു നന്മ വരുന്നില്ല, എൻ്റെ മക്കളുടെ ജീവിതത്തിൽ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ എന്തുകൊണ്ട് എനിക്ക് ഈ ഒരു അനുഗ്രഹം വരുന്നില്ല, എന്തുകൊണ്ട് ഒരു സാമ്പത്തിക അനുഗ്രഹം എനിക്ക് വരുന്നില്ല, എനിക്ക് എന്തുകൊണ്ട് ഒരു ബെറ്റർ ജോലി വരുന്നില്ല, എന്തുകൊണ്ട് എൻ്റെ മക്കളുടെ കല്യാണം ശരിയാകുന്നില്ല, ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഒന്നും സംഭവിക്കാത്തത് കാരണമെന്ന് നാം ചിന്തിച്ചു കൊണ്ടിരിക്കാം. ഇത് കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദര, ദൈവം നിങ്ങളോട് കൂടി പറയുന്നു, എൻ്റെ വലിയ കരങ്ങൾ അടങ്ങിയിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ വേളയിൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും എൻ്റെ മകനെ എന്ന് ദൈവം പറയുന്നു. ഇത് കേൾക്കുന്ന ഓരോ സഹോദരിയോടും ദൈവം പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ട മകളെ, എൻ്റെ കരങ്ങളിൽ നീ അടങ്ങിയിരുന്നാൽ തീർച്ചയായിട്ടും എൻ്റെ സമയത്ത് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും എന്ന് പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ അത് എന്ത് കാര്യമായിരിക്കട്ടെ, എന്ത് വലിയ രോഗ അവസ്ഥയായിരിക്കട്ടെ, മരണത്തേതുവായ രോഗമായിരുന്നാലും ദൈവത്താൽ നിങ്ങളെ അനുഗ്രഹിക്കാൻ കഴിയും, ഉയർത്തുവാൻ കഴിയും. പ്രിയമുള്ളവരെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. അതിലൊരു മനുഷ്യൻ അറിയുന്നു, അദ്ദേഹത്തിൻ്റെ വസ്തുവിൽ ഒരു വലിയൊരു നിധി ഇരിക്കുന്നു, ഒരു സ്വർണം ഇരിക്കുന്നു ആരോ പറയുന്നു. അത് കേട്ടിട്ട് ഇതാ ഞാൻ എടുത്തുകൊള്ളും എന്ന് പറഞ്ഞ് അദ്ദേഹം കുഴി തോണ്ടുന്നു. തോണ്ടി അനേക ആഴങ്ങൾ തോണ്ടിയ ശേഷം അത് അദ്ദേഹത്തിന് ലഭിച്ചില്ല. അപ്പോൾ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡായി അദ്ദേഹം പിൻവാങ്ങിപ്പോയി. പറയുന്നു, ആരോ എന്നെ പറ്റിക്കാൻ പറഞ്ഞായിരിക്കും എന്ന് പോയി. പക്ഷേ ആ പിക്ചർ കണ്ടത് ഇന്നും ഒരു 2 അടി പോയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ആ പ്രീഷ്യസ് ഓർണമെൻറ്റ്സ് കിട്ടിയേനെ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലരും അങ്ങനെ തന്നെ ആയിരുന്നു. നാം പ്രാർത്ഥിക്കുന്നു, ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു ഒരു അനുഗ്രഹത്തിന് വേണ്ടി. ദൈവം അനുഗ്രഹിക്കുന്ന വേള വരുന്നതിന് അടുത്ത് വരുമ്പോൾ നാം എന്തെങ്കിലും തെറ്റുകൾ ചെയ്ത്, പാപങ്ങൾ ചെയ്ത്, പിന്മാറ്റത്തിൽ പോയി വി ആർ ഗിവിങ് അപ്പ്, അവിശ്വാസമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം അങ്ങനെ ഇരാതെ വിശ്വാസത്തോടെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന പ്രകാരമായിട്ട് അത്രയും കാലം നാം വിശ്വാസത്തോട് കാത്തിരിക്കണം, പ്രാർത്ഥനയിലായിരിക്കണം, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കണം. ദൈവത്തിൽ നിന്ന് അവരേറിയ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വരുവാൻ തക്കതായ ഒരു ജീവിത കാര്യങ്ങൾ നമ്മുടെ കാര്യത്തിൽ കാണപ്പെടണം. പ്രിയമുള്ളവരെ, നാം അങ്ങനെ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ അനുഗ്രഹിക്കും. ഞാനൊരു IT കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു ടീമിനെ ഞാൻ മാനേജ് ചെയ്യുന്നു.
ആ ടീമിൽ ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ടീം മെമ്പേഴ്സ് എപ്പോഴും ഞാൻ പറയുന്നത് കേൾക്കുന്നവരായിരിക്കണം, എൻ്റെ കൈകളിൽ അടങ്ങിയിരിക്കുന്നവരായിരിക്കണം, ഞാൻ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു തീർക്കണം, ഞാൻ കൊടുക്കുന്ന ടാസ്ക് കൃത്യസമയത്തിൽ അവർ ഡെലിവർ ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെ ഞാൻ പറയുന്നതൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർ തീർച്ചയായിട്ടും അവർ എൻ്റെ ഗുഡ് ബുക്സിൽ കയറുകയും അവർക്ക് നല്ല ഒരു കാര്യങ്ങൾ വരുവാൻ വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യും. അതേപോലെ ദൈവത്തിന് നാം അടങ്ങിയിരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. എന്തുകൊണ്ട് നാം ദൈവത്തിൽ അടങ്ങിയിരിക്കണം എന്ന് വേദവചനത്തെ നോക്കുമ്പോൾ സങ്കീർത്തനം 89 അധ്യായം അതിൻ്റെ 13 വാക്യം പറയുന്നു, അങ്ങയുടെ കരം ശക്തിയുള്ളത്, അങ്ങയുടെ കരം കരുത്തുറ്റത് എന്ന്, അത് വലത് കൈ ഉയർന്നിരിക്കുന്നു എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഭക്തനാകിയ യോബു 12 അധ്യായം 10 വചനം പറയുന്നു, മാനവരാശിയുടെ ജീവശ്വാസവും സകല ജീവജാലങ്ങളുടെ പ്രാണനും അവിടുത്തെ കരങ്ങളിലാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവത്തിൻ്റെ വലിയ കരങ്ങൾ അടങ്ങിയിരിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. നാം ഒരു ചിലർ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരിക്കാതെ പാപത്തിൻ്റെ വഴിയിലേക്ക് അവർ കടന്നു പോകുന്നു. ദൈവത്തിൻ്റെ വഴിയിൽ ഇല്ലാതെ ഇപ്പോൾ ഇങ്ങനെ ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം വരും. അത് നിമിത്തമായി ചിലർ അവർക്ക് കിട്ടേണ്ട വലിയൊരു അനുഗ്രഹം, വലിയൊരു കാര്യങ്ങൾ അവർ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതേ സമയത്തിൽ ഒരു ചിലർ വന്നിട്ട് അവർ തെറ്റായ വഴികൾ ആദ്യകാലത്തിൽ ദൈവത്തിൽ അടങ്ങിയിരുന്നു കൊണ്ട് പിന്നെ പിന്മാറ്റത്തിൽ തെറ്റായ വഴിയിൽ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ദൈവം ദുഃഖപ്പെടുക മാത്രമല്ല, ദൈവം അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു പക്ഷേ ചില ശിക്ഷകൾ അല്ലെങ്കിൽ ചില ഹാർഡ് പ്രോസസ്സിലൂടെ ദൈവം കടന്നു കൊണ്ടുവരും, തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രശ്നങ്ങൾ നാം ഫേസ് ചെയ്യേണ്ടത് വരും. ആ ഒരു ഹാർഡ് പ്രോസസ്സുമായിട്ട് നമുക്ക് ലഭിക്കേണ്ട ഒരു അനുഗ്രഹങ്ങൾ നാം അത് വൈകി പോകുന്നു, അത് ഡിലേ ആകുന്നു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് വളരെ വ്യക്തമായിട്ടിരുന്ന കാര്യങ്ങൾ, ദൈവത്തിൽ നാം അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നാം ദൈവത്തിൽ അടങ്ങിയിരുന്നേ മതിയാകൂ. ദൈവത്തിൻ്റെ തിരുഹിതം എങ്ങനെയോ അപ്രകാരം ചെയ്യണം. ദൈവം ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുകയും ദൈവം ചെയ്യണ്ട എന്ന് പറയാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കും. ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരിക്കണം. ഒരു വിശുദ്ധിയോട് കൂടി ഇരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. പ്രിയമുള്ളവരെ, നാം വേദവചനത്തിൽ നാം പരിശോധിച്ച് നോക്കുമ്പോൾ ദൈവത്തിൽ എത്രയോ പരിശുദ്ധന്മാർ, അത് ഔസേപ്പ് ആകട്ടെ, ദാനിയേലാകട്ടെ, ദാവീദാകട്ടെ, അവരൊക്കെ ദൈവം അനുഗ്രഹിക്കുവാൻ കാരണം അവർ ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരുന്നു. ഔസേപ്പിൻ്റെ ജീവിതം നോക്കുമ്പോൾ ദൈവത്തിനെതിരായിട്ട് പാപം ചെയ്തത് എങ്ങനെ എന്ന് പാപത്തെ വിട്ട് ഓടി. കാരണം ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരുന്ന മനുഷ്യനായിരുന്നു. തൻ്റെ സഹോദരങ്ങളെ റിവഞ്ച് എടുക്കുവാൻ അദ്ദേഹത്തിന് കഴിവുണ്ടായിട്ടും അവിടെ ദൈവത്തിൻ്റെ സ്നേഹത്തെ കാണിച്ച് ദൈവത്തിന് അടങ്ങിയിരുന്നു. കാരണം സഹോദരങ്ങളെ സ്നേഹിക്കുവാൻ ദൈവം കൽപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന് അടങ്ങിയിരുന്ന മനുഷ്യൻ ദാവീദും കൂടി ഓരോ ഡിസിഷൻ എടുക്കുമ്പോഴും കൂടി ദൈവത്തോട് ചോദിക്കുന്ന, ദൈവത്തിന് അടങ്ങിയിരുന്ന മനുഷ്യൻ തൻ്റെ ബുദ്ധിയും തൻ്റെ ശക്തിയും തൻ്റെ സൈന്യത്തെയും അല്ല ആശ്രയിച്ചത്, ദൈവത്തെ ആശ്രയിച്ചത്. നാമം കൂടി അങ്ങനെയായിരിക്കണം. നാം ദൈവത്തെ ആശ്രയിക്കണം. ഓരോ കാര്യത്തിനും ഒരു പെർമിഷൻ, ദൈവമേ ഇത് ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിക്കുന്നവരായിരിക്കണം. എൻ്റെ വ്യക്തി ജീവിതത്തിലും ഓരോ ചെറിയ ഡിസിഷൻ എടുക്കുന്ന മുമ്പും അത് ചെറുതാകട്ടെ വലുതാകട്ടെ ദൈവത്തെ നോക്കി പാർക്കും. നാം അങ്ങനെ ദൈവത്തെ നോക്കി പാർക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഉത്തരം ലഭിക്കും. നാം ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരിക്കുന്നവരായിരിക്കണം. ദാനിയേലും കൂടി അദ്ദേഹത്തിന് അവിടെ രാജാവിൻ്റെ അരൺമനയിൽ തൻ്റെ ശരീരത്തെ കളങ്കപ്പെടുത്തുന്നത് എന്ത് കാര്യങ്ങൾ ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും ഞാൻ ചെയ്യത്തില്ല, ഇത് ദൈവം വസിക്കുന്ന ആലയം, ഞാൻ ഇതെങ്ങനെ നശിപ്പിക്കും എന്ന് പറഞ്ഞ് തൻ്റെ വിശുദ്ധിയെ കാത്തുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരുന്നു. അതേ സമയത്തിൽ ശൗൽ രാജാവിനെ നോക്കുമ്പോൾ ദൈവത്തിന് അടങ്ങി നിൽക്കാതെ, ദൈവം പറഞ്ഞ കാര്യങ്ങൾ അനുസരിക്കാതെ തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു. അദ്ദേഹത്തിന് സംഭവിച്ചതെന്തെന്ന് നമുക്ക് അറിയാം. നെബൂഖദ്നേസർ, ഫറവോൻ, ഇങ്ങനെ യൂദാസ് ഇസ്കറിയോത്ത്, ഇവരൊക്കെ ദൈവത്തിൻ്റെ കരങ്ങളിൽ അടങ്ങി നിൽക്കാതെ ഇരുന്നു. അത് പ്രകാരമായിട്ട് അവരുടെ ജീവിതം നാശമായി തീർന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തൊട്ടടുത്ത ഞാൻ അനേകരുടെ കുടുംബങ്ങൾ എൻ്റെ കൺകൂടാ ഞാൻ കണ്ടിട്ടുണ്ട്. ആരൊക്കെ ദൈവത്തിന് അടങ്ങി നിൽക്കാതെ പാപം ചെയ്യുകയും തോന്നിയ പ്രകാരം ചെയ്യുകയും ദൈവത്തെ വെറുക്കുന്ന പാപ സ്വഭാവങ്ങൾ ചെയ്യുകയും സഹോദരങ്ങൾ വെറുക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ അവരുടെ ആദ്യത്തെ ചില കാര്യങ്ങൾ അവരുടെ അനുഗ്രഹമുള്ളതുപോലെ തോന്നിയിരിക്കാം. അവരുടെ പിൽക്കാലത്തിൽ
പലവിധമായ രോഗങ്ങൾ, പലവിധമായ കഷ്ടങ്ങൾ, പലവിധമായ ദുഃഖങ്ങൾ, കണ്ണുനീർ കഴിയുന്നത് ഞാൻ എൻ്റെ കൺമുമ്പാകെ കണ്ടുകൊണ്ടിരിക്കുന്നു പ്രിയമുള്ളവരെ. അതേ സമയത്തിൽ ഏതൊക്കെ വ്യക്തി ദൈവത്തിന് ഭയന്ന് ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരുന്ന് ഇത് ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്ന് വിലകി ദൈവത്തിന് പ്രീതിയുള്ള പല സ്വഭാവങ്ങളും ചെയ്തിരുന്നു, അവരുടെ സന്തതികൾ അനുഗ്രഹിക്കപ്പെട്ടത്, അവർ ഉയർന്നിരിക്കുന്നത് എൻ്റെ കൺമുൻപാകെ കണ്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ. ഇങ്ങനെയാണ് ദൈവത്തിന് നാം അടങ്ങിയിരിക്കേണ്ടത്. കാര്യങ്ങൾ പറഞ്ഞാൽ ദൈവത്തോട് ഒരു കണക്റ്റഡായിട്ടൊരു ജീവിതം, നല്ലൊരു ആത്മീക ജീവിതം നമുക്കുണ്ടായിരിക്കണം. ദൈവം ഏതൊക്കെ കാര്യങ്ങൾ പാപമെന്നും അത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതിൽ നാം വിലകി നിൽക്കണം. ഒരു വിശുദ്ധിയുള്ള ജീവിതം ജീവിക്കുവാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. ദൈവം വെറുക്കുന്ന ഏതൊരു ഭാവത്തെ നാം എടുത്ത് കളയണം പ്രിയമുള്ളവരെ. ചുരുക്കത്തിൽ നാം യേശുവിനെ പോലെ ആകണം, യേശുവിനെ പോലെ ജീവിക്കണം. ദൈവം നമുക്ക് മുൻമാതൃകയായി കാണിച്ചിട്ടുണ്ട്. ദിവസം വേദവചനം വായിക്കുകയും ദിവസവും പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാൽ ജസ്റ്റിന് പേരിന് വേണ്ടി രാവിലെ എണീറ്റ് വന്നിട്ട് കുരിശ് വരച്ചിട്ട് കടന്നു പോകുന്നതല്ല. ഇടപെടാതെ, ദാനിയേലിനെ പോലെ ഇടപെടാതെ ഫ്രീക്വൻ്റ്ലി നാം പ്രാർത്ഥിക്കുന്നവരാണ്, ദൈവത്തോട് സംസാരിക്കുന്നവരായി മാറണം. അങ്ങ് ദൈവത്തിൻ്റെ വചനം വായിക്കുകയും ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകൾ നാം മനസ്സിലാക്കും, ദൈവത്തെ തിരഹിതം മനസ്സിലാക്കും, ഒരു വിശുദ്ധിയുള്ള ജീവിതം നയിക്കും. നാം ദൈവത്തിൻ്റെ വലിയ കരങ്ങളിൽ നാം അടങ്ങിയിരിക്കും. അങ്ങനെ അടങ്ങിയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദൈവം നമ്മെ ദൈവത്തിൻ്റെ തക്ക സമയത്തിൽ ഞങ്ങളെ ഉയർത്തും. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരിക്കുന്ന നിങ്ങൾ ഇന്ന് കാണുന്നത് പോലെ എന്നും നിങ്ങൾ ഇരിക്കുകയില്ല. ദൈവം നിങ്ങളെ ഉയർത്തുന്ന ഒരു ദിവസം വരാൻ പോകുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ കരങ്ങൾ അടങ്ങിയിരിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, ഉയർത്തപ്പെടും. സകലവിധ അനുഗ്രഹങ്ങളും നന്മകളും നിങ്ങളെ വന്നു ചേരും. നിങ്ങൾ മുഖാന്തരമായിട്ട് നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടും. പ്രിയമുള്ളവരെ, എന്ന് പറഞ്ഞ് ഞാൻ ഇന്നത്തെ സന്തോഷം പ്രാർത്ഥനയോട് കൂടെ നിർത്തുന്നു. വീണ്ടും അടുത്ത സന്തോഷത്തോടു കൂടി ഞാൻ വീണ്ടും വരുന്നവരെ ഞാൻ നിങ്ങളെ ഏവരെയും പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും ഓർക്കുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.